വെള്ളരിമല VHSS ആണ്. 580ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ഒരു പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് VHSC. അതിൽ ഞങ്ങൾക്ക് 100-200ഓളം കുട്ടികളുണ്ട്. അതാണ് VHSCയുടെ അല്ലേ? ഇതും VHSന്റെ കെട്ടിടമാണ്. അതാണ് ഞങ്ങൾ ഓഫീസ് കാര്യങ്ങൾ. ഇവിടെയാണ് ആ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് VHSCയുടെ മൊത്തം പോയി. അതെ, മൊത്തം പോയി. ഒരു ചെറിയ പുഴ അങ്ങേ അറ്റം ചേർന്നാണോ ഈ പുഴ പൊക്കൊണ്ടിരുന്നത്? അല്ലല്ല, ഈ പുഴ കിടക്കുന്നത് ആ പുഴയല്ലേ? ആ പുഴന്റെ അതിലെങ്ങനെ അങ്ങേ അറ്റത്തോ അതോ ഈ പുഴയോ? അങ്ങേ അറ്റത്തുള്ള പുഴ. അത്രയും ദൂരെ ഒഴുകിക്കൊണ്ടിരുന്ന അല്ലേ? ഇപ്പോഴുള്ളത് ഇത് വഴിയാ അല്ലേ? ഓക്കെ, ഇത് VHSC. അതാണ് VHSCയുടെ കെട്ടിടം ഉണ്ടായിരുന്നത്. ആ കെട്ടിടം പൂർണ്ണമായിട്ടും പോയി. അതാണ് ഞങ്ങൾ ഓഫീസ്, VHSന്റെ ഓഫീസ് അതാണ്. നിങ്ങൾ ഈ 2003 ആ പാട്ടുണ്ടല്ലോ, അതിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളടക്കം അത് ഉണ്ണിസാറിനെ കണ്ടിരുന്നു. പക്ഷേ ഉണ്ണിസാറിന് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിന് ഉണ്ണിസാർ എന്ന് പറഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളെ മാഷാണ് ഇവിടുത്തെ. ആ മാഷ് പഠിപ്പിച്ച മക്കള് ഡോക്ടറുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ. ഇന്നിപ്പോ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവര് മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മാഷന്മാരുണ്ട്. ഒരുപാട് കുട്ടികളെ ആ മാഷ് പഠിപ്പിച്ച ഒരു മാഷാണ്. ഒരർത്ഥത്തിൽ പക്ഷേ ഈ സ്കൂൾ സമയത്തായിരുന്നെങ്കിൽ നമ്മൾ കരുതുന്നതിനും അപ്പുറം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ മേപ്പാടിയിൽ നിന്ന് വരുന്നുണ്ട്, അരപ്പറ്റയിൽ നിന്ന് വരുന്നവർക്ക് ഉണ്ട്, അങ്ങനെ വടവഞ്ചാൽ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന മക്കൾ ഈ VHSCയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്കൂളിൻ്റെ അവസ്ഥ. VHSC TV+ അത് കംപ്ലീറ്റ് പോയി. ആ ബിൽഡിങ്ങും പോയി. VHSC റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു. ആ വലിയ കല്ലുകൾ അല്ലേ? ഈ കല്ലുകളാണ് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഈ മണ്ണൊക്കെ ഇളക്കി പരിശോധിച്ചതാണോ? അല്ല, ഇന്നലെ മുഴുവൻ ഈ പുഴയിലായിരുന്നു. അല്ല, ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ അല്ല, ഇത് ഇന്നലെ മുഴുവൻ ഈ പുഴ കേന്ദ്രീകരിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ സാറേ, ഒരുപാട് ഹിറ്റാച്ചി ഒരേ സമയം ചെളി ഇളക്കി എന്നല്ലേ. ഇന്നലെ ഏതാണ്ട് 15-ലധികം ഹിറ്റാച്ചികൾ നിന്നിട്ടാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ആദ്യഘട്ടത്തിൽ വീട് മുഴുവൻ മാന്തിയിട്ട് പൊളിക്കും നമ്മൾ കണ്ടു. അടുത്ത ഘട്ടത്തിൽ എവിടെയും ഒന്നും ഇനി ഒഴിവായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയേറെ ആളുകളുണ്ടല്ലോ, ഒന്നും ഒഴിവായി പോകരുത്, എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ അങ്ങ് വരെ അതുപോലെ ഇറങ്ങിയിട്ട് പരിശോധനയായിരുന്നു മുകളിലോളം നടന്നത്. അതിൻ്റെ ഒരു ഭീകരത ഇവിടെ കാണാൻ പറ്റും. അതെ, ആ ബിൽഡിംഗ് കംപ്ലീറ്റ് അത് VHSCയുടെ ബിൽഡിംഗ് ആയിരുന്നു. എനിക്കൊന്ന് ചോദിക്കുന്നേ, അല്ല നമ്മുടെ ഇതിന് താഴെ വേറെ കെട്ടിടമുണ്ടോ? ഇല്ലല്ലോ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നോ? ഇത് ക്ലാസ് ആയിരുന്നു. അതെ, ക്ലാസ് റൂം ആണ്. ഇത് ഞങ്ങളെ ഓഫീസ്. അത് ഓഫീസ്. ഈ കാണുന്നത് ഇതുവഴി ഇങ്ങനെ പോകും. ഈ കെട്ടിടത്തിൽ മാത്രം, ഈ കെട്ടിടം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആ ഭാഗത്തേക്ക് ഇടിഞ്ഞു പോയില്ല. മേലൊരു കെട്ടിടമുണ്ട്, നമ്മളെ ക്ലിഫിന് 1 കോടി രൂപ വർക്ക് ചെയ്ത് ഇതാക്കിയിട്ടുള്ള ഒരു വലിയ കെട്ടിടമുണ്ട്. അത് നല്ലൊരു കെട്ടിടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അടിച്ചു കയറും അങ്ങോട്ട്, അതുവരെ എത്തും. നമ്മുടെ സ്കൂള് ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഈ പുഴ മുറിച്ച് കടന്നാൽ നേരെ പോകുന്നത് ആ ഇറ്റാച്ചി കിടക്കുന്നുണ്ടല്ലോ, അതിലങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അട്ടമലയോ? ഇടത്തോട്ട് പോയാൽ ഇറ്റാച്ചി കിടക്കുന്നുണ്ട്, ഇടത്തോട്ട് പോയാൽ അട്ടമലയോ. ഈ രണ്ട് പ്രദേശങ്ങളും ധാരാളം ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? അത് അങ്ങനെ വലിയൊരു ഹോം സ്റ്റേകളൊന്നും ആ മുണ്ടക്കായ് ഭാഗത്ത് കുറഞ്ഞ ഹോം സ്റ്റേകൾ. ഈ ചൂരൽമല കേന്ദ്രീകരിച്ചാണോ പൊതുവെ ഉള്ളത്? അല്ല, പൊതുവെ എന്താ പറയാ, നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അത്രേ ഉള്ളൂ. അത് വലിയ ഉരുൾപൊട്ടുന്ന സംഭവങ്ങളൊന്നുമില്ല. അതായത് മറ്റേ എന്താ പറയാ, ഇരുമ്പിലൂടെ ഉണ്ടാക്കിയ സാധനങ്ങൾ, അതായത് JCB വെച്ചിട്ടോ അങ്ങനെയൊന്നും മണ്ണ് മാന്തിയിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.